സ്തലോട്ട് ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്രദർ സൈമൺ വടക്കൻ പാലക്കാട് സ്നേഹാശംസകൾ, സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ ഇന്നൊരു വീഡിയോ ലൈവായിട്ട് ഒരു സഹോദരൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. ഒരു പെന്തക്കോസ്ത് സഹോദരനാണ്. അത് പരിശുദ്ധ അമ്മയെ വിമർശിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മയെ കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ ദൈവമായി കരുതുന്നുവെന്നുകൊണ്ട് ഒരു ടോക്ക് അല്ലെങ്കിൽ ലൈവായി കൊടുക്കുകയുണ്ടായി. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ കന്യാമറിയത്തെ കത്തോലിക്ക സഭയും അവിടുത്തെ വിശ്വാസികളും ദൈവമായി അംഗീകരിച്ചിട്ടുമില്ല, ദൈവമായി ആരാധിക്കുന്നുമില്ല. എന്നാൽ പരിശുദ്ധ അമ്മ ഒരു വിശുദ്ധയാണ്, പരിശുദ്ധിയാണ്. യേശുവിൻ്റെ പിതാവായ ദൈവത്തെയും പരിശുദ്ധാത്മാവ് പോലെ ദൈവമല്ല, പിന്നെയോ പരിശുദ്ധി നിറഞ്ഞ ഒരു സ്ത്രീയാണ്. അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. ദൈവദൂതൻ അവളോട് അടുത്ത് വന്ന് 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളാണ് പരിശുദ്ധ മറിയം. അന്ന് കാലത്ത് യഹൂദന്മാർ, സ്ത്രീകൾ ധാരാളം പ്രാർത്ഥിക്കുന്നവർ, വിശ്വാസമുള്ളവർ, സ്നേഹമുള്ളവർ, എളിമയുള്ളവർ, വിശുദ്ധിയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് വേറിട്ട് ദൈവത്തിൻ്റെ ദൂതനെ പിതാവായ ദൈവം അയക്കാൻ, പരിശുദ്ധ അമ്മയുടെ അടുത്തേക്ക് അയക്കാൻ കാരണം എന്താ? അമ്മയിൽ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തമായി ഒരു പ്രത്യേകത, അത് കർത്താവിനറിയാം. നിന്നെക്കുറിച്ച് കർത്താവിനൊരു പ്രത്യേകത തോന്നിയാൽ നിൻ്റെ അടുത്തേക്കും ദൈവം തൻ്റെ ദൂതനെ അയക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ ദൈവത്തിൻ്റെ കൃപ നിറഞ്ഞവളാണ്. എന്നിട്ട് ദൈവം തന്നെ മാലാഖി വഴിയായിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മെസ്സഞ്ചർ വഴിയായിട്ട് പറയുകയാണ്, സ്വസ്തി, ദൈവം അഭിവാദനം ചെയ്യുകയാണ്. പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഒരു സാധാരണ കന്യകയായ മനുഷ്യ സ്ത്രീയോട് അടുത്ത് വന്ന് പറയുകയാണ്, സ്വസ്തി, സ്വസ്തി. നോക്കൂ, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യ സ്ത്രീയോട് വന്ന് പറയുകയാണ് സ്വസ്തി. പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം, ഇത് മറിയത്തിലുള്ള ഒരു പ്രത്യേകത ദൈവം കണ്ടെത്തിയത് കൊണ്ടാണ്. നമ്മളിൽ ആ പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മളെ ദൈവം ഇതുപോലെ അഭിവാദനം ചെയ്യും. അത് എന്നിട്ട് പറയുകയാണ്, ഇത് കേട്ടപ്പോൾ അമ്മയ്ക്ക് അസ്വസ്ഥയായി. 30-ാമത്തെ വാക്യം, ദൂതൻ അവളെ പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധി കൃപ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയത് കൊണ്ടാണ് ദൈവം എന്നെ നിൻ്റെ അടുത്തേക്ക്, ഗബ്രിയേൽ മാലാഖയായി എന്നെ നിൻ്റെ അടുത്തേക്ക് അയക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീ ഗർഭം ധരിച്ച പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരാണ്. അതേക്കുറിച്ച് നമുക്കറിയാം. അത് കഴിഞ്ഞിട്ട് 35-ാമത്തെ വാക്യം, ലൂക്ക 1:10, ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നത ശക്തി നിൻ്റെ മേൽ ആവസിക്കും, ആകെ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ ദൈവപുത്രനെ ഒരു കന്യകയായ സാധാരണ മനുഷ്യ സ്ത്രീ ഗർഭം ധരിക്കാൻ, അവളുടെ ഗർഭപാത്രം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഒരു കുഞ്ഞിനെ വഹിക്കാൻ തക്കവണ്ണം ഒരു പ്രത്യേകത പരിശുദ്ധ മറിയത്തിനുണ്ട്. അത് നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ആര് മാതാവിനെ വിമർശിച്ചാലും ഞാൻ സമ്മതിക്കില്ല. നിനക്കില്ലാത്ത, സാധാരണ സ്ത്രീകൾക്കില്ലാത്ത, സാധാരണ പുരുഷന്മാർക്കില്ലാത്ത ഒരു പ്രത്യേകത പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. അത് നീ അംഗീകരിച്ചേ പറ്റൂ. അതിനെ നീ ക്രിട്ടിസൈസ് ചെയ്യല്ല വേണ്ടത്. എന്നാൽ മറിയം പറഞ്ഞു, 37-ാം വാക്യം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ മാലാഖ പറയുകയാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതായത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, നിന്റെ ഗർഭപാത്രത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് യേശുവിനെ ഗർഭം ധരിച്ച് പ്രസവിക്കും. അപ്പം മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഇത് കർത്താവിൻ്റെ ദാസി. അപ്പോൾ അവിടെയും പരിശുദ്ധ അമ്മ യേശുവിൻ്റെ മുമ്പിൽ, ദൈവത്തിൻ്റെ മുമ്പിൽ എളിമപ്പെടുകയാണ്. ഞാൻ കർത്താവിൻ്റെ അമ്മയാണല്ലോ എന്ന് ഒരു തരത്തിൽ അഹങ്കരിച്ചിട്ടില്ല.
കർത്താവിൻ്റെ അമ്മ ആയപ്പോൾ പരിശുദ്ധ മറിയത്തിന് വീണ്ടും വീണ്ടും താഴ്മയും എളിമയും വിശുദ്ധിയും നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു. അങ്ങനെ തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ കാണാൻ പോവുകയാണ്. അപ്പോൾ എലിസബത്തിൻ്റെ അടുത്തെത്തി മറിയം എലിസബത്തിനെ അഭിവാദന സ്വരത്തിൽ വിളിച്ചപ്പോൾ എലിസബത്തിൻ്റെ ഉള്ളിലെ കുഞ്ഞ് തുള്ളിച്ചാടി. അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 41-ാമത്തെ വാക്യം. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അപ്പോൾ പരിശുദ്ധ അമ്മ ദൈവകൃപ നിറഞ്ഞവളാണ്. ദൈവകൃപ നിറഞ്ഞപ്പോൾ ദൈവത്തെ സ്വീകരിക്കാൻ, മനുഷ്യപുത്രനെ സ്വീകരിക്കാൻ അവൾ സന്നദ്ധയായി. അവൾ വചനത്തെ സ്വീകരിച്ചു. അപ്പോൾ ഒന്നും കൂടി അവൾ എളിമയിലേക്ക് വന്നു. എളിമയിലേക്ക് വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് അവളിൽ മേൽ നിറഞ്ഞു കവിഞ്ഞു. അതായത് അവൾ ഗർഭം ധരിച്ചപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് അവളെ മേൽ നിറഞ്ഞു കവിഞ്ഞു. അവൾ എലിസബത്തിനെ കാണപ്പോൾ എലിസബത്തിന് ഉദരത്തെ കുഞ്ഞു തുള്ളിച്ചാടി. എലിസബത്തും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്താണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. 42-ാമത്തെ വാക്യം, ലൂക്ക 1:42. പരിശുദ്ധാത്മാവ് നിറഞ്ഞ എലിസബത്ത് പറയുന്ന വാക്യം ശ്രദ്ധിക്കാം. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. ഇതുപോലെ ആരാ പറയുക? ഏത് സ്ത്രീയോ നോക്കിയിട്ടാണ് നമുക്ക് പറയാൻ സാധിക്കുക നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്? അത് മറിയത്തിലേക്കാണ് ദൈവം പറയുന്നത്. എലിസബത്തിലൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉത്തരഫലം അനുഗ്രഹീതമാണ്. അടുത്ത വചനം, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ. പരിശുദ്ധ മറിയത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? യേശുവിൻ്റെ അമ്മ തന്നെയാണ് പരിശുദ്ധ മറിയം. ഒരു സംശയമില്ല ഈ ഭൂമിയിൽ. കാരണം 10 മാസത്തോളം യേശുവിനെ ചുമന്ന് നൊന്ത് പ്രസവിച്ച് കഷ്ടപ്പാട് സഹിച്ച് പ്രസവിച്ച് ഈ ലോകത്തിലേക്ക് നൽകിയ ആ അമ്മ യേശുവിൻ്റെ അമ്മയാണ്, കർത്താവിൻ്റെ അമ്മയാണ്. അത് പരിശുദ്ധാത്മാവാണ് എലിസബത്തിലൂടെ പറയുന്നത് കർത്താവിൻ്റെ അമ്മയാണെന്ന് വളരെ വ്യക്തമായിട്ട്. അതിനെന്തെങ്കിലും സംശയമുണ്ടോ? അതുകൊണ്ടാണ് വെച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. അഭിവാദന സ്വരം കേട്ട് കഴിഞ്ഞപ്പോൾ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി. മറ്റേത് കർത്താവിൻ്റെ കൃപ നിറഞ്ഞവൾ. മറ്റൊരു ഭാഗത്ത് കർത്താവിൻ്റെ അമ്മ. മറ്റൊന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു കവിഞ്ഞവൾ. മറ്റൊന്ന് ദൈവത്തിൻ്റെ ദാസി. വീണ്ടും മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ പറയുന്നു 47-ാമത്തെ വാക്യം, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുത്തെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദാസിയുടെ താഴ്മ, എളിമ അത് കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും. നോക്കുക, ഈ പ്രപഞ്ചത്തിൽ പ്രപഞ്ചമുള്ള കാലം, മനുഷ്യമുള്ള കാലം, എല്ലാ തലമുറകളും പരിശുദ്ധ മറിയത്തെ പറയും ഭാഗ്യവതി. കാരണം പരിശുദ്ധ അമ്മ കർത്താവിൻ്റെ അമ്മയാണ്. അത് മറ്റുള്ള സ്ത്രീകളെക്കാൾ വ്യത്യസ്തമാണ് കർത്താവിൻ്റെ അമ്മയുടെ പ്രത്യേകത. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. അതിന് വിമർശിച്ചോ കുറ്റപ്പെടുത്തിയോ കളിയാക്കിയോ ചെയ്യാൻ പാടില്ല. ഒരിക്കലും അമ്മ ദൈവമല്ല, അമ്മ വിശുദ്ധയാണ്, അമ്മ പരിശുദ്ധയാണ്, കർത്താവിൻ്റെ അമ്മയാണ്. അതിനുള്ള ആദരവും അതിനുള്ള സ്നേഹവും നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ കർത്താവിൻ്റെ അമ്മയോട് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശമുണ്ട്. പൗലോസിനൊക്കെ തന്നെ പറയുന്നല്ലേ, ജീവിച്ചിരിക്കുമ്പോൾ വ്യക്തികളോട് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അധരം തുറക്കുമ്പോൾ വചനം പ്രഘോഷിക്കപ്പെടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. പരിശുദ്ധ അമ്മ മരിച്ച് ഉടനോടെ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ അത് പലർക്കും ബൈബിളിൽ ഇല്ലല്ലോ എന്നാണ് പറയുന്നത്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ലല്ലോ. ലൂക്കായുടെ സുവിശേഷം 37:1-37 ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ബൈബിളിൽ പറയാത്ത പല കാര്യങ്ങളും കർത്താവ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ബൈബിളിൽ കാണപ്പെടുന്നില്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മരിച്ചവരെ ഉയർപ്പിക്കാൻ, ഒന്നുമില്ലായ്മ എല്ലാം സൃഷ്ടിക്കാൻ
ദൈവത്തിന് സാധ്യമാണ്. എങ്ങനെയെങ്കിൽ മറിയം മരിച്ച് മറിയത്തിൻ്റെ ശരീരം സ്വർഗത്തിലേക്ക് എടുക്കാൻ ദൈവത്തിന്, യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. അതുകൊണ്ട് മറിയത്തോട് പ്രാർത്ഥിക്കും, തെറ്റില്ല. ദൈവമായിട്ടല്ല ആരാധിക്കേണ്ടത്. മറിയം ദൈവത്തിന് മുമ്പിൽ മധ്യസ്ഥം വഹിക്കാൻ യോഗ്യതയുള്ളൂ. ഇപ്പം എന്നോട് പലരും മധ്യസ്ഥ പ്രാർത്ഥന ചോദിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മറിയത്തെ വണങ്ങുകയാണ്. ഒരിക്കലും സഭയോ വിശ്വാസികളോ ആരാധിക്കുന്നില്ല. ദൈവമല്ല, വണങ്ങുന്ന ഒരു വിശുദ്ധയായ, അതിപരിശുദ്ധയായ ഒരു സ്ത്രീയാണ് പരിശുദ്ധ കന്യാമാതാവ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അറിയിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇത് ധാരാളം പേർക്ക്, ഇത് നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, ധാരാളം പേർക്ക് അറിയിക്കണം. പരിശുദ്ധ അമ്മ സാധാരണ സ്ത്രീയേക്കാൾ വ്യത്യസ്തമാണെന്ന് തന്നെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്. പണ്ട് കാലത്തൊക്കെ പെന്തിക്കോസ്തുകാർ മുട്ടത്തോടാക്കിയായിട്ടാണ് പരിശുദ്ധ അമ്മയെ പറയും. ഇപ്പോൾ അതല്ല, വ്യത്യാസമായി. അവരുടെ സ്വഭാവവും പെരുമാറ്റവും സംസാരമൊക്കെ വ്യത്യാസമായി. ഇപ്പം മുട്ടത്തോടൊന്നും അല്ല. അത്രമാത്രം പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവർക്ക് ആരംഭകാലത്ത് അറിവില്ല. പിന്നെ അവർ അറിഞ്ഞു. എന്നാൽ ചില ആളുകൾ വിമർശനാത്മകമായി പറയുന്നത് മാത്രം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവമേ, അവരറിവില്ലായ്മകൾ പൊറുക്കണമേ, അവർ കരുണ കാണിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആകൃപ നമുക്ക് മറ്റുള്ളവർ അറിയിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ